നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടി വല്ലാത്തൊരു നോട്ടം? മധുശ്രീ എന്താ ഇപ്പൊ ഇവിടെ? ഈ മുറ്റത്തൊരു പന്തലിടണം, അതിന്റെ അളവെടുക്കാൻ വന്നതാടി. നീ അകത്തേക്ക് വാ, സംസാരിക്കാനുണ്ട്. അവളെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാര്യം പറയാനാണോ? അതും ബർത്ത്ഡേ ഫംഗ്ഷന് എല്ലാരും വന്ന് നിൽക്കുമ്പോ എന്ന് തീർന്നു. നേരെ ഇറങ്ങി അങ്ങ് ഓടിയല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഇതുവരെ പിടിച്ചു നിന്നില്ലേ, എന്താ ഉണ്ടാവുന്നെന്ന് നോക്കാം. ആ ബാഡ് ഗേൾ വന്നിട്ടുണ്ട്. എവിടെ? ദേ അവിടെ. ഗുഡ് മോർണിംഗ് അങ്കിളെ. നിന്നെ ആരുടെ ഇവിടെ ക്ഷണിച്ചേ? ദൈവം ക്ഷണിച്ചിട്ടാണോ അങ്കിളെ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്? ഞാൻ എന്റെ ആരാധനാമൂർത്തി ഒന്ന് കാണാൻ വന്നതാ. എന്തോ ഭാമ ഇത്? അവൾ ഇതിൽ പങ്കെടുത്തോട്ടെ രാഘവേട്ട. എത്രയോ അതിഥികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആരോടും ശത്രുത പാടില്ല എന്നുള്ള തീരുമാനം എല്ലാവർക്കും ബാധകം. അതെ. ആ, ഇങ്ങനെയാ സത്യാമ്മേന്റെ റോൾ മോഡൽ ആകുന്നത്. എല്ലായിടത്തും നല്ല കണിശവും കൃത്യമായുള്ള തീരുമാനം. സത്യാമ്മേ, ഇവള് സത്യാമ്മെ കളിയാക്കണമെന്നൊരു സംശയം. അതെന്താടി? ഇത്ര ആൾക്കാർക്ക് മുന്നിൽ വെച്ച് ആരാധനാമൂർത്തി വിഗ്രഹം എന്നൊക്കെ പറയുന്നത് സത്യാമ്മെ കളിയാക്കുന്നത് പോലെയല്ലേ? അതിനെന്താടി? വിഗ്രഹം എന്നൊക്കെ പറയാൻ സത്യാമ്മ എന്താ കരിങ്കല്ലാണോ? ഓ, അങ്ങനെയാണ് അവൾ ഉദ്ദേശിച്ചത്. പിന്നല്ലാതെ. അവളും വിഷ്ണുമോനുമായുള്ള കല്യാണം നടക്കാത്തത് കൊണ്ട് സത്യാമ്മയുടെ മനസ്സ് കരിങ്കല്ലാണെന്നല്ലേ അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ? അതേന്ന്. ഇത്ര ആൾക്കാർക്കത് മനസ്സിലായിട്ടും സത്യാമ്മയ്ക്ക് മാത്രം മനസ്സിലാവാത്തത് സത്യാമ്മയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ. ഹാപ്പി ബർത്ത്ഡേ പത്മിനി ആൻഡ് സത്യ. ആരാ സത്യാമ്മേ ഈ സത്യ? കണ്ടോ, സത്യ ആരാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടാണോ? അവള് സത്യാമ്മയെ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. മധുശ്രീ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.